പാർട്സ് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഉടുപ്പിനകത്ത് കൈയിടുന്നു, അവിടെ ചെയ്യുക, പിടിക്കുക, പ്രൈവറ്റ് പാർട്സ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. കെട്ടിപ്പിടിച്ച് ഉറങ്ങുമ്പോ എപ്പിസോഡിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുന്നത് പാരന്റിംഗ് കോച്ചായ അമൃതയാണ്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, ബിക്കോസ് യു ആർ ഓൾ ഓവർ ദ മീഡിയ. ഞാൻ ഇൻ പേഴ്സൺ ആദ്യമായിട്ടാണ് അമൃതയെ കാണുന്നത്. സോ നല്ല ഭംഗിയുള്ള ഒരു പാരന്റിംഗ് കോച്ചാണെന്ന് പറയാറുണ്ടോ വന്നിരിക്കുന്ന ഫാമിലീസ് ഒക്കെ? അങ്ങനെ പറയുന്നില്ല. ഐ നോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കമന്റ് ഒന്നും കിട്ടാറില്ല. എന്നാലും വളരെ എന്താ പറയാ, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്, ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എനിക്കറിയാം. കഴിഞ്ഞൊരു പാരന്റിങ് കോച്ചിങ് ആവൂല ഇവരുടെ പണി. പാരന്റിങ് കോച്ചിങ് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരുപാട് ഞരമ്പ മാറി വീഡിയോ കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്യാപ്ഷൻസും തംബ്ലൈനും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഞരമ്പന്മാർ ഈ വീഡിയോ കാണും, അത് ഉറപ്പായിട്ട് കാണും. അതുകൊണ്ട് ഒരുപാട് ഞരമ്പന്മാർ ഈ വീഡിയോ കാണും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതുപോലെയുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പാരൻറ്റിങ് കോച്ചിങ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പോലും എനിക്കറിയില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇതിൻ്റെ അകത്തുള്ള തംബ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബുക്ക് വായിക്കുന്നില്ലേ, ആ ഒരു കൊച്ചു പുസ്തകം, അതിൻ്റെ അകത്തുള്ള ബുക്ക് വായിക്കുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് ആവശ്യക്കാരൊന്നുമല്ല കാണുന്നത്. ഈ സംഭവം കാണുന്നത് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഞരമ്പ് രോഗികൾ, ഞരമ്പന്മാർ, ഞരമ്പത്തികൾ, ഇതൊക്കെ കാണുന്നവരായിരിക്കും. അതായത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. ഈ കുട്ടിക്ക് എത്ര പ്രായമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പാരൻറ്റിങ് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഇനി പുതിയൊരു സംവിധാനമാണോ എന്നറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എവിടുന്നാ ഇത് പഠിച്ചിനി, എങ്ങനെയാണ് ഇത് കണ്ടെത്തിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്ര വളരെ മോശമായിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഊച്ചാളികളായി പോകുന്ന തരത്തിലാണ് ഇവരുടെ കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞാൽ. അതിന് കണക്കായിട്ട് മീരയുണ്ട്. അതായത് അപ്പുറത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന മീര എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ കാണിക്കാൻ ആക്ഷൻ കാണിക്കാൻ ആളുണ്ട്. ആക്ഷൻ കാണിക്കാൻ ആളില്ലോണ്ട് തന്നെ എന്താ വെച്ചാൽ എന്തോ ഒരു സംഭവം പോലെ നടന്ന് വല്ല ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ കൊണ്ടുവന്നിട്ട് ഇവിടെ വലിയ ഇതായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതായത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന സംഭവം ഇതാണ്, നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ പലതും എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ തന്നെയാണ്. എന്നിട്ടും അതായത് ഇവർക്ക് കേവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ക്യാപ്ഷൻ കണ്ടിട്ട് എല്ലാവരും ഈ ഒരു വീഡിയോ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഇത് ആൾക്കാരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു നന്നാക്കിയിട്ട് ഒരു സമൂഹത്തെ നന്നാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇമ്മാതിരി പോകൃതരം ചെയ്യത്തില്ലല്ലോ. അതായത് പോകൃതരം ചെയ്യുന്നൊക്കെ തംബ്ലൈൻ ഇടുവോ? ഒരിക്കലും ഇടില്ല. അപ്പം ഇവരുടെ ലക്ഷ്യം എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിലൂടെ കുറച്ച് ആൾക്കാരെ നമ്മളിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയുക. അതായത് ഈ ഒരു ടീച്ചർ, അതായത് ഏതിൻ്റെ ടീച്ചറാണെന്ന് എനിക്കറിയില്ല, ആ ടീച്ചർ ഇങ്ങനെ ഇത് ചെയ്യുന്നതാണെന്ന് അറിയിക്കുക. അങ്ങനെ ഒരു പരസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നാളെ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ വരാനും ഇതിൻ്റെ പുറകെ സംശയങ്ങൾ ചോദിക്കാനും കുറേ ഞരമ്പന്മാരും ഞരമ്പത്തികളും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനും ഈ ഒരു സംഭവം കണ്ടത് ഇതിൻ്റെ ക്യാപ്ഷൻസ് കണ്ടുകൊണ്ടാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അവതാരികക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ, കൗതുകം, അവരുടെ ആക്ടിങ്, അവരുടെ ആ ഒരു എന്താ പറയുക പൊട്ടിച്ചിരി, അവരുടെ ഭയങ്കരമായ, പിന്നെ ഞാൻ മാത്രം കണ്ടുപിടിച്ച രണ്ട് എന്താ പറയുക രസം വേറെയും അതുപോലെയാണ്. അതായത് അവരുടെ നവരസങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവർ തന്നെ കണ്ടുപിടിച്ച ഒരു 3-4 രസങ്ങൾ വേറെയുണ്ട്, അതിൻ്റെ കൂടെ എല്ലാ രസങ്ങളും കൂട്ടിയിട്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പറ്റി മറ്റവരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് വരുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതിനെ കൊണ്ട്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ഇവർ മോശമാക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീര എന്ന് പറയുന്ന ആ സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുക, അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തമായ ആൾക്കാരെ കൊണ്ടുവരിക എന്നതിലുപരി അവർക്ക് ഈ സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. എന്നാൽ അതിൻ്റെ അകത്ത് പേരൻറ്റിങ് എന്തോ പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവർക്കെങ്കിലും കുറച്ചൊരു ഇത് വേണ്ടേ, ഒരു മര്യാദ വേണ്ടേ? ആ മര്യാദ പോലും അവർ കാണിക്കുന്നില്ല. അവരിതിങ്ങനെ ഇട്ടിട്ട് കൊടുക്കില്ലേ ഇന്ന്. അതായത് ചോദിച്ച് എന്താ ചെയ്യുക കുട്ടികൾ എന്താ ചെയ്യുക. അപ്പം അവരാണെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കില്ലേ ഇന്ന്.
വളരെ മോശമായ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. അതായത് എന്താണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഇവരെന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് എന്നും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഇവരുടെയൊക്കെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കാരെ പോലെയാണ്. എല്ലാവരും മോശക്കാരാണ്, ഒരാൾ പോലും നല്ലയില്ല, എല്ലാവരും അങ്ങനെയാണ്. എന്നിട്ട് അതിന് കുറേ എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, മാതാപിതാക്കളെ ഭയപ്പെടുത്തുക, അതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുക. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം കണ്ടിട്ട് അതിങ്ങനെയാണെന്ന് വരുത്തി തീർത്ത് അതിൻ്റെ അകത്തോട്ടെ കുറച്ച് എന്നാൽ പിന്നെ മുൾമുനയിൽ നിർത്താം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മില്യൺ ഓടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കും കൂടി അങ്ങ് നിൽക്കാം എന്നുള്ള തരത്തിലാണ് ഇവരുടെ ആ ഒരു സംഭവങ്ങളെല്ലാം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം അതാണ്. അതായത് കൃത്യമായിട്ട് സമൂഹത്തെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് 2 പേര് വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കുറേ ആക്ഷനും കാണിച്ച് കുറേ ഇതൊക്കെ കാണിച്ച് ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ നടക്കില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താ പറയുക, ആധികാരികമായിട്ട് ഇവർക്ക് ഉറപ്പിക്കാനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് കുത്തി ചോദിച്ചായിരിക്കും, എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ച് തോണ്ടി എടുക്കൂലേ, അതായിരിക്കും അടുത്ത മിക്കവാറും. എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതുമില്ലായിരുന്നു. വളരെ മോശമായിട്ട് എന്തൊക്കെയോ ചോദിക്കണം. എന്നാൽ പിന്നെ ഓക്കെ, ഇത് നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശമാണെങ്കിൽ ഇമ്മാതിരി ക്യാപ്ഷൻ ഇടാൻ പാടില്ലായിരുന്നു. അപ്പോൾ ചോദിക്കും, നീ എന്ത് ക്യാപ്ഷനാടാ ഇട്ടത് എന്ന് ചോദിക്കും. നമ്മൾ അത്ര മോശമായിട്ട് ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ മീര അനിലൊക്കെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്യാപ്ഷൻ വേണം എന്നുള്ള ഒരു നിർബന്ധം പോലുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെയൊക്കെയോ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിലൊന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരാളും വന്ന് ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇങ്ങനെയുള്ള ക്യാപ്ഷൻസൊക്കെ ഇവർക്ക് ഇടുക, അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മലിനമായിട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതുപോലൊരു മാലിന്യങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇങ്ങനെയുള്ള കുറേ ടീമുകൾ വന്നപ്പോഴാണ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവതാളത്തിലായതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇവരൊക്കെ പലതും ഇങ്ങനെ പറയുന്നു. എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ 2 പേർക്ക് എന്താണ് ഒരു ആധികാരികത? അതാണ് അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഫുള്ളായിട്ട് കാണാനും ഇഷ്ടമില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഇൻ്റർവ്യൂ ഫുള്ളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെയൊരു ആളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതായത് ഇങ്ങനെയൊരു തസ്തിക ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതാണ് അവരുടെ ജോലി എന്നൊന്നും നമുക്കറിയില്ല. അവർ പറയുന്നതാണ്. ഇനി അവർക്ക് എന്താണ് എക്സ്പീരിയൻസ് ഇതിൻ്റെ അകത്ത് എന്ന് നമുക്കറിയില്ല. അതായത് അവർക്കിങ്ങനെ പറയാനുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ, അവർക്ക് അതിനുള്ള പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇത് ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്നും നമുക്കറിയില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും പലതായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് ഇട്ടിട്ട് സമൂഹത്തിലെ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.